ഹലോ ഗൈസ്, ഇന്ന് അത്തപ്പൂക്കളം ഡേ 7 ആയല്ലോ. അത്തം, ചിത്തിര, ചോതി, വിശാഖം, അനിഴം, തൃക്കേട്ട, മൂലം. അങ്ങനെ മൂലം ദിവസം ആയി. അങ്ങനെ നമ്മൾ 7ാമത്തെ ദിവസത്തിലോട്ട് കടന്ന്. ഇനിയും 3 ദിവസം കൂടെ അല്ലേ ഉള്ളൂ തിരുവോണത്തിന്. അപ്പം ഞാൻ നല്ല അടിപൊളി ഒരു ഡിസൈനൊക്കെ കണ്ടുപിടിച്ചു. അപ്പം ശരി കുറച്ച് ഏകദേശം ഇതേപോലെയൊക്കെയാണ്. എന്നാലും അത്ര പെർഫെക്റ്റ് ഒന്നും ആയിട്ടില്ല, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ പിങ്ക് ഷെയ്ഡുള്ള പൂക്കളും വൈറ്റും കൂടെ ഇടകലർത്തി ഇടാനായിട്ടാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇന്ന് അമ്മക്കുട്ടി ഇച്ചിരി ലേറ്റായിട്ട് എഴുന്നേറ്റത് കൊണ്ട് ഞാൻ തന്നെ വേണം എല്ലാം ചെയ്യാനായിട്ട്. അപ്പോൾ ഇന്നത്തെ അത്തപ്പൂക്കളം ഫുള്ള് ഞാൻ തന്നെ സെറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പോഴത്തേക്കും ഞാൻ എന്തായാലും ഡിസൈനൊക്കെ പെട്ടെന്ന് തന്നെ വരച്ചു. പിന്നെ അതിൻ്റെ ഇടയിൽ ഷോപ്പിംഗ് ഉണ്ട്, ഓണക്കോടി എടുക്കാൻ പോകണം, പിന്നെ കുക്കിംഗ് ഉണ്ട്, തുണി അലക്കാനുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്തായാലും നമ്മുടെ അത്തപ്പൂക്കളം ഇടാതെ ഫസ്റ്റ് പ്രയോറിറ്റി നമ്മുടെ അത്തപ്പൂക്കളത്തിന് തന്നെയാണ്. അപ്പോഴത്തേക്ക് എന്തായാലും നമ്മൾ ആദ്യം ഈ പിങ്ക് ഷെയ്ഡുള്ള കുറേ ഫ്ലവേഴ്സ് ഞാൻ കട്ട് ചെയ്തിട്ട് അത് ആദ്യം ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഇടയിൽ അമ്മക്കുട്ടി ഇപ്പം കട്ട് ചെയ്ത് തരുന്നുണ്ട്. അപ്പോഴത്തേക്ക് കുറേ പൂക്കൾ അവൾ കട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോഴത്തേക്ക് അതനുസരിച്ച് ഇടാമെന്നാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പോഴത്തേക്ക് പിങ്ക് ഞാൻ ഏകദേശം ഇട്ടു. ഇനി നെക്സ്റ്റ് ഏതാ? അപ്പോൾ ഭയങ്കര കാറ്റൊക്കെ വീശുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്ക് ഞാൻ അത്തപ്പൂക്കൾ ഇടുമ്പോഴത്തേക്ക് ഇടയ്ക്കിടയ്ക്ക് പൂക്കളൊക്കെ പറന്നു പോകുന്നുണ്ടായിരുന്നു. എന്തായാലും എന്തൊക്കെ തടസ്സങ്ങളുണ്ടെങ്കിലും നമ്മൾ അത്തപ്പൂക്കളം ഇടും. അങ്ങനെ 7ാമത്തെ ദിവസത്തെ അത്തപ്പൂക്കളം നമ്മൾ സക്സസ്ഫുള്ളായിട്ട് ഇട്ടുകൊണ്ടിരിക്കുവാണേ. അപ്പോൾ നമ്മൾ പിങ്ക് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് നല്ല ഭംഗിയുണ്ടായിരുന്നു അത് കാണാനായിട്ട്. ഇനി നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് വൈറ്റാണേ ഇടാൻ പോകുന്നത്. അങ്ങനെ ഞാൻ വൈറ്റ് അമ്മുക്കുട്ടി പൂക്കളൊക്കെ നല്ല അടിപൊളിയായിട്ട് കട്ട് ചെയ്ത് തന്നു. എന്നിട്ട് ഞാൻ അത് ഈ പിങ്കിൻ്റെ ഇടയ്ക്ക് വൈറ്റ് പൂക്കൾ ഇട്ട് കൊടുക്കുവാണേ. ഇന്ന് എന്തായാലും ഭയങ്കര ബിസി ഒരു ഡേ ആണ്. എത്രയൊക്കെ ബിസി ആണെങ്കിലും നമ്മൾ പൂക്കളം ഇടുമല്ലോ. പൂക്കളം ഇടാതെ വേറെ പരിപാടിയൊന്നുമില്ല. എത്ര വയ്യെങ്കിലും എത്ര കാലുവേദന കൈവേദന ആണെങ്കിലും നമ്മൾ അത്തപ്പൂക്കളം എന്തായാലും ഇടും. അത്തപ്പൂക്കളം ഇടുകയും ചെയ്യും, ഫോട്ടോയും എടുക്കും, വീഡിയോയും എടുക്കും. അതാണല്ലോ നമ്മുടെ ശീലം. അങ്ങനെ എന്തായാലും വൈറ്റും പിങ്കും അടിപൊളിയായിട്ട് നമ്മൾ ഇട്ട് കൊടുത്തു. അപ്പോൾ അത്തപ്പൂക്കളം ഇടണം, വീഡിയോയും എടുക്കണം. അപ്പം ഞാൻ ആകെ ക്ഷീണിച്ച് ഒരു പ്രത്യേക അവസ്ഥയിലെത്തിയിരിക്കുവാണേ. എന്തായാലും എന്നെക്കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. അങ്ങനെ ഗൈസ്, നമ്മുടെ പൂക്കളം അങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് കളർ പൂക്കളൊക്കെ നമുക്ക് ഇടാനായിട്ടുണ്ട്. അപ്പം അമ്മുക്കുട്ടിക്ക് ഒരു താമസിച്ച് എഴുന്നേറ്റത് കാരണം പൂക്കളം ഇടാനായിട്ടൊന്നും വീഡിയോ എടുത്ത് തരാനും ഒക്കെ ഒരു ഇതുണ്ട്, ഒരു ക്ഷീണമുണ്ട്. എന്തായാലും അവൾ പൂക്കളൊക്കെ കട്ട് ചെയ്ത് തരുന്നത് കൊണ്ട് എന്തായാലും എനിക്ക് എളുപ്പത്തിൽ സെറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ കണ്ടില്ലേ, നമ്മൾ പിങ്കും വൈറ്റും കൂടെ ഇടകലർത്തി നല്ല അടിപൊളി ആയിട്ട് സെറ്റ് ചെയ്ത്. ഇനി ഇതിൻ്റെ ഇടയിൽ ഒരു ഗ്യാപ്പില്ലേ, അവിടെയെല്ലാം നമ്മൾ ഓറഞ്ച് നിറമുള്ള കൊങ്ങിണിപ്പൂ കൊണ്ട് നമ്മൾ ഫില്ല് ചെയ്യും. ഇതിൻ്റെ യഥാർത്ഥ ഡിസൈൻ നല്ല സൂപ്പറായിരുന്നു കേട്ടോ. അപ്പോൾ അത് മെഷർമെൻറ്റ്സ് ഒക്കെ വളരെ വളരെ കറക്റ്റായിരുന്നു. അപ്പോൾ അത്രയും പെർഫെക്റ്റായിട്ട് വരയ്ക്കാനായിട്ട് നമുക്ക് അത്രയും വലിയ ആർട്ടിസ്റ്റൊന്നും അല്ലല്ലോ. അപ്പോൾ നമ്മളെക്കൊണ്ട് ഒക്കുന്ന പോലെയൊക്കെയാണ് നമ്മൾ ചെയ്തേക്കുന്നത്. എന്നാലും ആ ഓറഞ്ച് കൊങ്ങിണിപ്പൂ അതിൻ്റെ ഗ്യാപ്പിലിട്ടിട്ട് അതിൻ്റെ ഒരു സൈഡിൽ ഫുള്ള് ഓറഞ്ച് പൂക്കൾ, ഒരു സൈഡ് ഓറഞ്ച് കൊങ്ങിണിപ്പൂ, മറ്റേ സൈഡ് നമ്മുടെ മഞ്ഞ നിറമുള്ള കൊങ്ങിണിപ്പൂ. എന്നിട്ട് അങ്ങനെയൊക്കെയാണ് ഇപ്പം ഞാൻ മനസ്സിൽ പ്ലാൻ ചെയ്തേക്കുന്നത്. കാരണം മഞ്ഞ കൊങ്ങിണിപ്പൂ ഒരുപാട് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്.
അപ്പോഴത്തേക്ക് ഓറഞ്ചും മഞ്ഞയും പിന്നെ വാടാമല്ലി ഉണ്ട്. അപ്പോൾ വാടാമല്ലി നമുക്ക് കട്ട് ചെയ്യാൻ സമയം കിട്ടിയില്ല. എന്തായാലും വാടാമല്ലി നല്ല ഭംഗിയായിട്ട് നമ്മൾ അതിൻ്റെ ഇലയും തണ്ടും ഒക്കെ കളഞ്ഞ് വാടാമല്ലി കറക്റ്റായിട്ട് എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഒരു സൈഡ് ഓറഞ്ച് നിറമുള്ള കൊങ്ങിണിപ്പൂ, പിന്നെ മറ്റേ സൈഡ് മഞ്ഞ നിറമുള്ള കൊങ്ങിണിപ്പൂ, അങ്ങനെ നല്ല അടിപൊളിയായിട്ട് നമ്മൾ സെറ്റാക്കിക്കൊണ്ടിരിക്കുവാണേ. പിന്നെ പിന്നെ വീണ്ടും അപ്പോൾ കൊങ്ങിണിപ്പൂ ഇട്ട് തീരുവേ, അപ്പോഴത്തേക്ക് ബാലൻസ് വരുന്ന സ്ഥലത്ത് വാടാമല്ലി ശരിക്കും പറഞ്ഞാൽ കട്ട് ചെയ്തിട്ടിരുന്നെങ്കിൽ നല്ല സൂപ്പറായിരുന്നു. പിന്നെ അതിൻ്റെ യഥാർത്ഥ ഡിസൈൻ കുറച്ച് നല്ല ഭംഗിയായിരുന്നു. പിന്നെ ഇത് ഇപ്പം ഭയങ്കര കളർഫുൾ അത്തപ്പൂക്കളമായിട്ട് ഒരുപാട് കളേഴ്സ് ആയി. അങ്ങനെ നല്ല നമ്മളെപ്പോഴും ഭയങ്കര കളർഫുള്ളായിട്ടല്ലേ അത്തപ്പൂക്കളം ഇടുന്നത്. അപ്പോൾ കളറ് നല്ല കളറാവുമ്പോൾ അല്ലേ നല്ല ഭംഗി. അപ്പോഴത്തേക്കും നമ്മൾ വാടാമുല്ല നമ്മൾ ഇലയും തണ്ടും ഒക്കെ കളഞ്ഞ് വെച്ചേക്കുന്ന നമ്മളെ വാടാമുല്ല സെറ്റ് ചെയ്ത് വെക്കുവാണ്. നമ്മളെക്കൊണ്ട് പറ്റുന്ന പോലെ കലാപരമായിട്ടുള്ള രീതിയിൽ നമ്മൾ നല്ല ഒരു ഡിസൈൻ കൊടുത്ത് വെക്കുക. അപ്പോൾ നല്ല കാറ്റൊക്കെ, അപ്പോൾ കാറ്റ് കാരണം പൂക്കളെല്ലാം പറന്നു പോവുമോ, കാരണം അമ്മാതിരി നല്ല ഭയങ്കര കാറ്റ് അടിക്കുന്നുണ്ട്. എന്തായാലും പൂക്കളം കംപ്ലീറ്റ് പോവത്തൊന്നുമില്ല. എന്തായാലും കാറ്റടിച്ച് പോവാതെ അവിടെ കയറി ഇരിപ്പുണ്ട്. എന്തായാലും അങ്ങനെ അങ്ങ് ഫുള്ള് പോകത്തില്ലായിരിക്കും. എന്തായാലും നമുക്ക് ഒതുക്കി അതിൻ്റെ ഫൈനൽ ടച്ചൊക്കെ കൊടുത്ത് റെഡിയാക്കി നമുക്ക് നല്ല അടിപൊളി നമ്മുടെ ഡേ 7 പൂക്കളം എന്തായാലും നല്ല അടിപൊളിയായിട്ട് നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണേ. അങ്ങനെ നമ്മുടെ വാടാമുല്ലയും കൂടെ വെച്ച് നല്ല സൂപ്പറായി. അത് കഴിഞ്ഞിട്ട് നമ്മൾ 4 മൂലയിലും കട്ട് ചെയ്യാത്ത കൊങ്ങിണിപ്പൂവും നമ്മുടെ മഞ്ഞ നിറമുള്ള കൊങ്ങിണിപ്പൂ വെക്കും. പിന്നെ നടുക്ക് നമ്മൾ കുറച്ച് ഒരു 4 റോസ് കട്ട് ചെയ്യാതെ വെച്ചിട്ടുണ്ട്, നല്ല വലിയ റോസ്. അപ്പോൾ അതും കൂടെ സെറ്റ് ചെയ്ത് നമ്മൾ റെഡിയാക്കി എടുക്കുവാണേ. ഇനി ആ വാടാമുല്ലയും കൂടെ നമ്മൾ അടുക്കി വെച്ച് കൊടുക്കുവാണേ. അപ്പോഴത്തേക്കും ഞാൻ ഏകദേശം തളർന്ന്, കാറ്റത്ത് ഇതൊക്കെ പറന്നു പോകാതെ നോക്കണം. അപ്പോൾ നമ്മൾ ഏകദേശം നമ്മളെ പൂക്കളം റെഡിയായേ. അപ്പം നല്ല കാറ്റ് വീശുന്നുണ്ടായിരുന്നു. എന്തായാലും നമ്മുടെ പൂക്കളം ഒന്നും പോയിട്ടില്ല. നല്ല സൂപ്പറായിട്ട് നല്ല അടുക്കി വെച്ച പോലെ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ഡേ 7 പൂക്കളം റെഡിയായി. അപ്പോൾ എല്ലാവരും നോക്കിയിട്ട് എൻ്റെ അത്തപ്പൂക്കളം ഇഷ്ടമായോ എന്ന് പറയണം. ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, നല്ല കമൻസ് ഇടണം. നല്ല കമൻസ് ഇട്ടാലേ എനിക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റത്തുള്ളൂ. അങ്ങനെ നല്ല കമൻസ് ഇട്ട് പ്രോത്സാഹിപ്പിച്ച് നല്ലൊരു എനർജി കൊണ്ടുവരുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും എൻ്റെ അത്തപ്പൂക്കളം ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. അപ്പം എല്ലാവരും കണ്ടവരൊക്കെ പറഞ്ഞ് നല്ല അടിപൊളി അത്തപ്പൂക്കളമാണ് നമ്മുടെ അത്തപ്പൂക്കളമെന്ന്. അങ്ങനെ നല്ല സൂപ്പറായിട്ട് നമ്മുടെ അത്തപ്പൂക്കളം ഡേ 7. അപ്പോൾ അങ്ങനെ 7 ദിവസം ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത പോലെ ഇനിയും മുന്നോട്ട് പോകാനായിട്ട് സപ്പോർട്ട് ചെയ്യണേ. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഫ്രണ്ട്സിൻ്റെ അടുത്തും പറയണേ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട്. അപ്പം ഇതുവരെ സപ്പോർട്ട് ചെയ്തതിന് ഒരുപാട് നന്ദിയുണ്ട്. ഇനി തുടർന്നും ഇതുപോലെ നിങ്ങളുടെ സപ്പോർട്ടും സ്നേഹവും എല്ലാം തുടർന്നും ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും നമ്മുടെ ഡേ 7 അത്തപ്പൂക്കളം നല്ല അടിപൊളിയായിട്ട് കാറ്റും ഒക്കെ നല്ല കാറ്റുണ്ടായിട്ടും പൂക്കളൊന്നും പറന്നു പോയിട്ടില്ല. അങ്ങനെ നമ്മുടെ ഡേ 7 അത്തപ്പൂക്കളം നല്ല അടിപൊളി അത്തപ്പൂക്കളായി. ഇനി ഇനി ആണ് ഫോട്ടോ സെഷൻ. അപ്പോൾ ഫോട്ടോഷൂട്ട്. അപ്പോൾ ഞാൻ ടൈമറൊക്കെ വെച്ചിട്ട് സ്വന്തമായിട്ട് എടുത്ത ഫോട്ടോസാണേ. അടിപൊളിയല്ലേ? എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞാൻ എൻ്റെ ഫോട്ടോയും എടുത്തു, പിന്നെ നമ്മുടെ അത്തപ്പൂക്കളത്തിൻ്റെ ഫോട്ടോയും എടുത്തിട്ടുണ്ട്. അങ്ങനെ നല്ല അടിപൊളിയായിരുന്നു ഇന്ന്. ഇനി വേണം അടുക്കളയിൽ പോയി ജോലി, പിന്നെ അത് കഴിഞ്ഞിട്ട് ഓണക്കോടിയൊക്കെ എടുക്കാൻ പോകണം എല്ലാവർക്കും. അങ്ങനെ ഇന്ന് ഭയങ്കര തിരക്ക് പിടിച്ചൊരു ദിവസമാണ്. എന്തായാലും നമ്മുടെ അത്തപ്പൂക്കളം നമ്മുടെ ആദ്യത്തെ ജോലി നല്ല സക്സസ്ഫുള്ളായിട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കണ്ടില്ലേ, നമ്മുടെ അത്തപ്പൂക്കളം നല്ല അടിപൊളി അത്തപ്പൂക്കളായിട്ട് മാറി. ഇനി നാളെ നല്ലൊരു അടിപൊളി വലിയൊരു അത്തപ്പൂക്കളമാണ് എൻ്റെ ഒരു മനസ്സിൽ. ഇനി നമ്മൾ
തിരുവോണം ദിവസമായിട്ട് അടുത്തുകൊണ്ടിരിക്കുമല്ലേ. അപ്പോഴത്തേക്ക് ഇനിയൊക്കെ നമ്മൾ നല്ല അടിപൊളി നല്ല വലിയ അത്തപ്പൂക്കളമാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പം നമുക്ക് നാളെ 8ാമത്തെ ദിവസമാണ്. മൂലം കഴിഞ്ഞിട്ട് പൂരാടം, ഉത്രാടം, തിരുവോണം, അങ്ങനെയല്ലേ. അപ്പോഴത്തേക്ക് നാളെ നമ്മുടെ നാളത്തെ 8ാമത്തെ ദിവസത്തെ പൂക്കളായിട്ട് നാളെ നമുക്ക് കാണാം. ടാറ്റാ, ബൈ ബൈ, ലവ് യു ഓൾ. അപ്പോൾ നാളെ നമ്മുടെ 8ാമത്തെ ദിവസത്തെ പൂക്കളായിട്ട് നാളെ കാണാം. അപ്പോൾ ശരി, ടാറ്റാ, ടാറ്റാ, ബൈ ബൈ, ലവ് യു ഓൾ.